ചേച്ചി ഇത് നല്ലതാണോ? നീ എന്തിനാണ് എന്റെ ക്രീമൊക്കെ എടുത്ത് തേക്കുന്നേ? ചേച്ചിയല്ലേ എനിക്ക് എടുത്തന്നേ. നല്ലല്ലേ? എടുത്ത് തേച്ചു. എടാ ഒന്ന് ഇറങ്ങി പോടാ, നിന്നെ നാറിയിട്ട് വയ്യ. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വേണ്ട, ചക്ക നാറുപോയി ചെറുക്കനെ. ഇപ്പൊ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ആ സ്പ്രേയുടെ ചക്കയും കൂടെ ചേർന്ന് വേറെ ഏതോ മണമായി. ഏത് മണം? പോയി കുടിക്കടാ. ഇപ്പൊ ഞാൻ കുളിക്കൂല. എടാ നിന്നെ നാറുന്ന് കാലട്ടി. എടാ എണീറ്റ് പോടെ ചക്കക്കള്ള. ഞാൻ അറിയാതെ ഒരു ചക്കപ്പഴം കഴിച്ചതിനാണെങ്കിൽ ഇത്രയും പേരൊക്കെ ചക്കക്കള്ളൻ, ചക്കക്കുരി, രാത്രി പണ്ടാരൻ. നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ? അങ്ങനെ എന്റെ കയ്യിലിരിപ്പ് നോക്കണ്ട. എടി കൃഷ്ണ, എന്താ? ഞാനേ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കണ്ട്. കൊടുത്തു. നീയും കുറച്ച് പൈസ പിരിവിടോ? ഞാന് 500 ഇടുണ്ട്. ഒരു 700 രൂപ. 700 മതിയോ? മതി. ആരാ സർപ്രൈസ് കൊടുക്കുന്നേ? നമുക്ക് 2 പേർക്കും കൂടി കൊടുക്കാം. ഓ, അപ്പൊ ചേച്ചി 500 ഇടും, ഞാൻ 700 ഇടണം അല്ലേ? 500 മതി. 500 മതി. വിലയും കൂലിയില്ലാത്ത എന്റെ അടുത്ത് തന്നെ വന്ന് ചോദിക്കണം. എടി ഒരു 300. 300 ഇല്ല 100 ഇല്ല. ചേച്ചി പോയേ. അച്ഛന്റെ മോള് തന്നെ. എന്ത് ഡൗട്ട് ഉണ്ടോ അച്ഛന്റെ മോളല്ലാന്ന്? എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. ചേച്ചീനെ ചാക്കും കൊടുത്ത് വാങ്ങിച്ചതാ. നിനക്കറിയില്ലായിരുന്നല്ല. എടാ 2 കിലോ അരിക്ക് വേണ്ടിട്ട് നിന്നെ കൊടുത്തതാടാ. ഞങ്ങള് പിന്നെ പോട്ടെ എന്ന് വിചാരിച്ചങ്ങ് വാങ്ങിച്ചത് ഇവനെ. എന്നാലേ എന്നെ കണ്ട അമ്മേനെ പോലെ തന്നെയാട്ടോ. ചേച്ചീനെ എന്നാ അച്ഛമ്മേന്റെ അച്ഛന്റെ പോലെയാ. പിരിവിന്റെ കാര്യം ഇത് കഴിയുന്നില്ലേ? ഇത് പോയേ. എന്ത് സാധനമായിട്ട് നിനക്ക് അമ്മോട് ഒരു സ്നേഹമില്ലേ? പൈസ കൊടുത്തിട്ടുള്ള സ്നേഹമൊന്നും എനിക്കില്ല. 100 രൂപയെങ്കിലും പോയേ ചേച്ചി. 100 രൂപ പോലും. ഇതാടാ ഇങ്ങോട്ട്. എനിക്കറിയാം നിന്റെ പൈസ ഉണ്ട്, നീ തരാത്തന്ന്. എന്റെ ചേച്ചി ഒരു സാരി വാങ്ങാൻ വേണ്ടി ഞാൻ എന്നെ കാശിരുന്നത്. അത് ഞാൻ എന്താ സർപ്രൈസ് കൊടുക്കുന്നത്? ചേച്ചിയെ സർപ്രൈസ് കൊടുക്കുന്നേ. മക്കളെ, ഞാൻ നിങ്ങളോട് ആ സഞ്ജു ചക്കൻ എവിടെ? അവനവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. എന്നാ അവനോട് ഞാൻ പിന്നെ പറഞ്ഞോളാം. നാളെ മുതലുണ്ടല്ലോ രാവിലെ ഇവിടെ ഇംഗ്ലീഷ് പത്രം വായിച്ചാൽ മതി എല്ലാവരും. ഞാനും വായിക്കണ? ഞാൻ നിങ്ങളോട് 3 ആളോടും കൂടിയല്ലേ പറഞ്ഞത്? എന്താണ് ഇപ്പൊ ഇംഗ്ലീഷ് പത്രം? എനിക്ക് കുറച്ച് വിവരം വെക്കട്ടെ. എനിക്കുള്ള വിവരമൊക്കെ മതി. അമ്മ ഇവിടെ മലയാളം പത്രം പോലും ആരും വായിക്കാറില്ല, പിന്നെയാണ് ഇംഗ്ലീഷ് പത്രം. വായിച്ചാലും വായിച്ചിട്ടില്ലെങ്കിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ നാളെ മുതൽ ഇംഗ്ലീഷ് പത്രം മതി. ഞാൻ തീരുമാനിച്ചു. എന്താ കാര്യമെന്ന് പറ. ആ മോഹിനിയില്ലേ, അമ്മ പറയുന്ന തേങ്ങാക്കള്ളി, അവളെ മക്കൾ ഇംഗ്ലീഷ് പത്രം പോലും വായിക്കല്. അവളെ മക്കൾ എവിടെയാ പഠിച്ചേ? സാധാരണ മലയാളം മീഡിയത്തിൽ. നിങ്ങളോ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചല്ലേ? അപ്പൊ ഇംഗ്ലീഷ് പത്രം വായിക്കണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ വായിക്കണം. നീ വായിച്ചോ? ഞാൻ ഒന്നും വായിക്കണില്ല. യൂറോപ്പ് പോണോ? പോണോ? പോണം. അപ്പൊ ഇംഗ്ലീഷ് പത്രം വായിക്കണം. അമ്മ യൂറോപ്പിൽ ഇംഗ്ലീഷ് മാത്രല്ല ഫ്രഞ്ച്, ഇറ്റാലിയൻ, ജർമ്മൻ അതൊക്കെ പറയും. അതൊന്നും ഇപ്പൊ ഇവിടെ നമുക്ക് ആ പത്രം ഒന്നും കിട്ടത്തില്ല. നമുക്ക് ഇംഗ്ലീഷ് പത്രം മതി. നീ അച്ഛനോട് പറഞ്ഞിട്ട് നാളെ രാവിലെ ഇവിടെ ഇംഗ്ലീഷ് പത്രം ഇടണം എന്ന് പറയണം. നാളെ തൊട്ട്. അതെങ്ങനെയാ പറയേണ്ടതെന്നും കൂടി ഞാൻ പഠിപ്പിച്ചുതരാം. യൂറോപ്പിൽ പോയ ഇംഗ്ലീഷ് പറയണ്ടേ അച്ഛാ? അപ്പൊ നമുക്ക് ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് പത്രം വേണമെന്ന് പറയണം. ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂത്തിയാനോ വളക്കിയേക്കും നിന്നെ. മനസ്സിലായോ? ചേച്ചി അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ പോയി ന്യൂസ് ചോർത്തിയിട്ട് വരട്ടെ.